ഹലോ എവ്രിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഷുഗർ ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് മക്കാനയാണ് കേട്ടോ. മക്കാന അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഇത് താമരൻ്റെ സീഡില്ലേ, അതിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നല്ല ആരോഗ്യത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഞാനൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ചെറിയ തീയിൽ വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് കുറച്ചിങ്ങനെ ഹാർഡായിരിക്കും, അത് സോഫ്റ്റ് ആവണവരെ വറുക്കണം. സോഫ്റ്റ് ആവാന്ന് വെച്ചാൽ കുഴഞ്ഞു പോവില്ല, അതിങ്ങനെ പൊട്ടി വരും. ആ ഒരു സമയമാവണവരെ വറുക്കണം കേട്ടോ. ഒരു 8-9 മിനിറ്റൊക്കെ എടുക്കും ഇത് ആയി കിട്ടാൻ. അപ്പോൾ അതൊന്ന് നമ്മൾ ഇങ്ങനെ അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് പൊട്ടണം. പൊട്ടിക്കഴിഞ്ഞാൽ അത് ആയി എന്നർത്ഥം, അല്ലെങ്കിൽ പിന്നെയും വറുക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റിയേക്കാം. അതേ പാനിൽ തന്നെ ഞാൻ നെയ്യൊന്നും ഒഴിച്ചിട്ടില്ല, കുറച്ച് വാൾനട്ടാണ് എടുത്ത് ഒരു അരക്കപ്പിലധികം ഉണ്ടാവും കേട്ടോ. അതും ഇതുപോലെ വറുത്തെടുത്ത് മാറ്റിയേക്കാം. അതിൻ്റെ തോലൊക്കെ ഒന്ന് കരിഞ്ഞ് വരും, അത് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് എടുക്കുക, അതും അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ അടുത്ത് ഉള്ളതിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ 1 കപ്പ് ബദാമും ചേർത്തിട്ടുണ്ട്, അതും ഇതുപോലെ വറുത്ത് മാറ്റിയേക്കാം. ഇനി കുറച്ച് സീഡ്സും കൂടെ വേണം. അപ്പോൾ പംകിൻ സീഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അരക്കപ്പ് എടുത്തിട്ടുണ്ട്. അതും വറുത്തെടുക്കുക. അതിങ്ങനെ പൊട്ടി വരുന്നവരെ ഒന്ന് വറുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പിന്നെ എടുത്തത് ഞാൻ ഫ്ലാക്സ് സീഡാണ്, അത് 2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട്, പാൻ നല്ല ചൂടാണല്ലോ, ആ ചൂടുള്ള പാനിൽ ഒന്ന് ഇട്ട് ചൂടാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊട്ടി വരും. ആ പൊട്ടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അതും മാറ്റിയേക്കാം. അപ്പോൾ ഞാൻ ഈ സീഡ്സ് രണ്ടും വേറൊരു പ്ലേറ്റിലാണ് വെക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഓട്സാണ്. ഓട്സും ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കുക. പിന്നെ ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഏത് ഓട്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ സ്റ്റീൽ കട്ടായാലും കുഴപ്പമില്ല, സാധാരണ ഓട്സ് ആയാലും കുഴപ്പമില്ല. അത് വറുത്തെടുത്ത് നട്ട്സിൻ്റെ കൂടെ ചേർത്തൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഇത് പൊടിച്ചിട്ടുണ്ട്. ഇനി മക്കാനയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. രണ്ടും കൂടെ ഒന്നിച്ച് പൊടിക്കരുത് കേട്ടോ, വേറെ വേറെ പൊടിച്ചാൽ മതി. മക്കാനയും നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി 2 പൊടികളും കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നന്നായി മിക്സായി കഴിഞ്ഞാൽ അതിലേക്ക് സീഡ്സ് നമ്മൾ വറുത്ത് വെച്ചില്ലേ, അത് ചേർക്കുക. അത് പൊടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി കേട്ടോ. നമുക്ക് ആ സ്നാക്ക് കഴിക്കുമ്പോൾ അതിന് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇത് പൊടിക്കേണ്ട ആവശ്യമില്ല. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മാറ്റിയേക്കാം. അപ്പോൾ ഇതാണ് ഈ സ്നാക്കിൻ്റെ ഒരു ബേസ് കേട്ടോ. ഈ പൊടി വെച്ചിട്ട് നമ്മൾ 3 തരത്തിൽ നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ രീതി ഉണ്ടാക്കുന്നത്, കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനൊരു 22 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരുവും നെട്ടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് ആ നനവോടെ തന്നെ കുറച്ച് സമയം വെക്കാം, ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം ഒന്ന് വഴറ്റിയെടുക്കണം, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളവും വറ്റും വേണം, ഈത്തപ്പഴം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിങ്ങനെ കുഴഞ്ഞ് വരും കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ നല്ല ഒന്ന് ഉടഞ്ഞ് വരും. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ആ പിന്നെ ചട്ടുകം കൊണ്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിൽ മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കണില്ല ഈ സ്നാക്കിൽ, ഈത്തപ്പഴത്തിൻ്റെ മധുരമാണ്. പിന്നെ ഞാൻ കുറച്ച് കറുത്ത മുന്തിരി, ഉണക്കമുന്തിരിയില്ലേ, അതും ഇതുപോലെ കഴുകിയിട്ട് അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈത്തപ്പഴവും ഈ മുന്തിരീൻ്റെയും മധുരം ആ ചെറിയൊരു പുളിപ്പൊക്കെയാണ് ഈ സ്നാക്കിന് ഉണ്ടാവുക കേട്ടോ. ഇതും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഈത്തപ്പഴത്തിൻ്റെ കൂടെ ഇടാം. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നട്ട്സിൻ്റെയൊക്കെ പൊടിയില്ലേ, അത് ചേർക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് വെള്ള എള്ളും പിന്നെ കസ്കസ് ഇല്ലേ, പോപ്പി സീഡ്സ്, അതും ഞാൻ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക. അതിൻ്റെ ഒരു നല്ല മണം വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴത്തിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി കുറച്ച് ചേർക്കാം. അതിന് പ്രത്യേക അളവില്ല, നമ്മുടെ ഈത്തപ്പഴം ഇതും കൂടെ ഒന്ന് കുഴച്ച് ബെൻഡായി കിട്ടണം. ആ ഒരു അളവിന് വേണ്ടിയിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു രീതിക്ക് ഉണ്ടാക്കുന്നത്. മധുരമൊന്നും ചേർക്കാതെ ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം വെച്ചിട്ട് ഉരുട്ടിയെടുത്ത് ഉണ്ടാക്കുന്നത്. മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ, ഈത്തപ്പഴത്തിന് പകരം ശർക്കര ഉരുക്കി ഒഴിച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഉണ്ടാക്കണം. ഇപ്പം ഞാനിത് നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല, എല്ലാം ഡ്രൈ ആണ് കേട്ടോ. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ആ പോപ്പി സീഡ്സിൽ ഒന്ന് മുക്കിയെടുക്കുക, ഒന്ന് റോൾ ചെയ്തെടുക്കുക. പിന്നെ അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ നല്ലതാണ്, ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇനി നമ്മുടെ ആ വെള്ള എള്ളില്ലേ, അതിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അതിലൊന്നിങ്ങനെ ഒട്ടിയിരുന്നോളും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയായി. കുട്ടികൾക്കൊക്കെ കൊടുക്കാം, ചോക്ലേറ്റിന് പകരം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കഴിക്കാം. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയ്ക്ക് ഉള്ള ഒരു സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അതുപോലെ ഈവനിങ് ടീൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു ടീ സ്നാക്കും കൂടെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഉണ്ടാക്കണ കൂടാതെ മറ്റൊരു രീതിക്കും കൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റാപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ സെയിൽ ചെയ്യണ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നന്നായി ചോക്ലേറ്റ് റാപ്പൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് സെയിൽ ചെയ്യാം. പുറത്തേക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വേണം ഇതൊക്കെ കുഴച്ചെടുക്കാൻ കേട്ടോ. കുറച്ച് വൃത്തിയായിട്ട് നമ്മൾ വീട്ടാവശ്യത്തിനാവുമ്പോൾ നമ്മൾക്ക് തന്നെ കൈ കൊണ്ടൊക്കെ കുഴച്ചെടുത്താൽ കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്തു വെക്കാം. റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറേ ദിവസം ഇരിക്കും, 10-12 ദിവസമൊക്കെ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ 2 ആഴ്ച വരെയൊക്കെ ഇരിക്കും. ഞാൻ അത്രയും നോക്കിയിട്ടുള്ളൂ, അതിൽ കൂടുതൽ വെച്ചിട്ടില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ 1 മാസം വരെയൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ, കേടുകൂടാതെ. അപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതുപോലെ ആ പൗഡർ നമുക്ക് കുറേ നാൾ ഇരിക്കും, 2 മാസം വരെയൊക്കെ ഇരിക്കും കേട്ടോ. യാത്രക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ ചെറിയ ചെറിയ വിശപ്പൊക്കെ അടക്കാൻ പറ്റും. ഇനി മറ്റൊരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, ഷുഗർ ഫ്രീ ആണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക ആദ്യം. എന്നിട്ട് നമുക്കത് മെൽറ്റ് ചെയ്തെടുക്കണം. ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൈക്രോവേവിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡർ, നേരത്തെ ഉണ്ടാക്കി വെച്ച നട്ട്സിൻ്റെ പൗഡർ മിക്സ് ചെയ്യുക. കുറേ ഒന്നും മിക്സ് ചെയ്യേണ്ട, നമ്മുടെ ചോക്ലേറ്റ് എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ വേണം അത് മിക്സ് ചെയ്ത് വെക്കാൻ. ഇനി അതൊരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് ചോക്ലേറ്റ് മോൾഡിലോ ഐസ് ക്യൂബ് ട്രേയിലോ എന്തിലെങ്കിലും നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്രീസറിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കുക, ഫ്രിഡ്ജിലാണെങ്കിൽ 1 മണിക്കൂർ വെക്കുക. അപ്പോൾ സെറ്റായി കിട്ടും. ഇപ്പോൾ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സിലിക്കോണിൻ്റെ മോൾഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഏത് മോൾഡാണെങ്കിലും ചോക്ലേറ്റ് മോൾഡാണെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടും, ഒന്നൊന്ന് തട്ടിക്കൊടുത്താൽ മതി. പിന്നെ അതുപോലെ നമുക്ക് ചോക്ലേറ്റ് റാപ്പിൽ പൊതിഞ്ഞെടുത്ത് വെക്കാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മെൽറ്റായി പോകുന്നില്ല, പുറത്ത് തന്നെ വെക്കാം. നമുക്ക് കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാം, അല്ലെങ്കിൽ കുട്ടികൾ ചോക്ലേറ്റ് ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കാം. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇതിൽ ഷുഗർ കണ്ടൻറ്റ് കുറവാണ്, ഇല്ല ഷുഗർ. പിന്നെ നട്ട്സിൻ്റെ പൗഡറൊക്കെ ഉള്ളത് കൊണ്ട് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ്സ് ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കി വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാം, വലിയ ആൾക്കാർക്കും കഴിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.